ഈ സിനിമയിൽ തന്നെ പല കഥാപാത്രങ്ങൾക്കും കിട്ടുന്ന അത്രയ്ക്കും ഇൻഫർമേഷനെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്പോട്ടിലുണ്ടായിരുന്നിട്ടുള്ള, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ആ സ്പോട്ടിലുണ്ടായിരുന്നിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള അത്രയും ഇൻഫർമേഷൻ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ വീട്ടിലിരുന്ന് ടി വിയിൽ വാർത്ത കണ്ട എനിക്ക് ഒരിക്കലും കിട്ടില്ല. എനിക്ക് എന്നാൽ വേറെ ഏതെങ്കിലും സോഴ്സും ഇല്ല അതിന് ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. അപ്പം അങ്ങനെയുള്ള നമ്മളറിയപ്പെടാത്ത ഹിസ്റ്ററീസും ഉണ്ടായിക്കൂടെ എന്നുള്ള അതിൽ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭാവനയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ചിന്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ ഈ സബ്ജക്റ്റ് വലിയ രീതിക്ക് കൈയുടെ ഉള്ളിൽ ഒതുങ്ങണം. അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് കേട്ട് പരിചയപ്പെട്ട പല സമരങ്ങളുമുണ്ട്. ഇപ്പോൾ ടോബി പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത്ര ഭദ്രമായിരിക്കണം സ്ക്രിപ്റ്റ് റൈറ്റർ പേന ചലിക്കുമ്പോൾ. ഒന്നും തെറ്റരുത്, എന്നാൽ നമുക്ക് സിനിമാറ്റിക് ആവുകയും ചെയ്യണം. അതൊരു റിസ്ക് ആയിരുന്നു. ഇല്ല, അതായത് നമുക്ക് പറയാനൊരു കഥയുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എഴുതുക. ആവശ്യമില്ല ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ മുമ്പിലുണ്ടാവും. നമ്മൾ ഒരു പിന്നോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചരിത്ര സംഭവങ്ങളുണ്ട്. നമുക്ക് ഏതിനെ വേണമെങ്കിലും ഫിക്ഷണലൈസ് ചെയ്യാം. അപ്പം നമ്മളൊരു കഥാപാത്രത്തെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സ്റ്റൈലാണ് ഈ സ്ക്രിപ്റ്റിൽ. അപ്പം അതിനാവശ്യമുള്ള ഇൻസിഡൻറ്റുകൾ എന്താണ്, ആവശ്യമുള്ള കോൺഫ്ലിക്റ്റുകൾ എന്താണ്, ആവശ്യമുള്ള റെസൊല്യൂഷൻ എന്താണ്, അത് മാത്രം എടുക്കുക, എഴുതുക എന്നുള്ളതാണെങ്കിൽ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ക്രാഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി അതെല്ലാം നമ്മളൊരു സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന, നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതാണല്ലോ. ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു, അപ്പം ചരിത്രവും നമുക്ക് ഇഷ്ടമാണ്. അപ്പം പക്ഷേ നമുക്ക് ഈ കഥയ്ക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മാത്രം എഴുതുക, അത്തരം സന്ദർഭങ്ങൾ മാത്രം എഴുതുക, അത്തരം കഥാപാത്രങ്ങൾ മാത്രം സൃഷ്ടിക്കുക. ഈ ഒരു പേര് നരിവേട്ട എന്നൊരു പേര് വളരെ പ്രാധാന്യമുള്ളൊരു പേരാണ്. ഈ പേര് കഥ എഴുതുമ്പോൾ തന്നെ ഈ പേര് മനസ്സിലുണ്ടോ? ഇല്ല, അതായത് ഈ ട്രൈബൽ ഏരിയയിലുള്ളൊരു ആചാരമുണ്ട്. അതായത് ഒരു പുലി തൂക്കുന്ന അതിന്റെ ശരിക്കുള്ള പേര് ലക്ഷണറി. അപ്പം പുലിയുടെ മട വളയും, എന്നിട്ട് പുലിയെ പിടിച്ച് പുലിയുടെ നാവ് അരിഞ്ഞ് മുത്തപ്പന് കാഴ്ച വെക്കും. അപ്പം മലബാറിൽ പുലിക്ക് നരി എന്നാ പറയും. അപ്പൊ അങ്ങനെ നരി തൂക്കുന്ന വർക്കിംഗ് ടൈറ്റിൽ ഇട്ടിട്ടാണ് നമ്മള് പിന്നെ പല സാധനങ്ങൾ ആലോചിച്ചത്. അപ്പൊ അങ്ങനെയാണ് നരിവേട്ടയിലേക്ക് എത്തിയത്. ഈ നരിവേട്ട പറഞ്ഞ ഈ ആദിവാസിയുടെ ഒരു ആചാരമല്ല നരിവേട്ട എന്ന് നമ്മൾ മലയാളികൾ പൊതുവെ സംസാരിക്കുന്ന ഒരു വലിയ രീതിക്കാണ് നരിവേട്ട. നമ്മൾ ഈ കഥയിലേക്ക് പോകാൻ നരിവേട്ട ഒരു വലിയ പ്രശ്നങ്ങളാണ്. അത്തരം ഒരു നരനായാട്ട് എന്ന് പറയും നമ്മളല്ലേ, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഇത് പോകണം. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന നരനായാട്ടായിരുന്നു എന്ന് വാർത്തകൾ മുഖ്യമാധ്യമ പത്രങ്ങളിൽ എഴുതി വരുന്ന നരിവേട്ട എന്നായിരിക്കും. ആ ഒരു ടൈറ്റിലാണ് എനിക്ക് ഈ സിനിമകളിൽ ഏറ്റവും യോജിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. ട്രെയിലർ കണ്ടപ്പോൾ യോജിച്ചതായിട്ട് തോന്നിയ ഒരു പേരാണ് അത്. നിങ്ങൾ ചെയ്തത് കറക്റ്റ് പേരാണ്. അതൊക്കെയാണ് ഞങ്ങളെ പല പ്രശ്നങ്ങളിലേക്ക് യാത്ര തിരിപ്പിക്കുന്നത്, പല ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. അനുരാജ് കുറേ കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ സിനിമയായിട്ട് വന്നപ്പോൾ നമ്മൾ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ടോബി പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും പല സംഭവങ്ങളുണ്ടല്ലേ, പല സംഭവങ്ങൾ. മുത്തങ്ങ സംഭവമായിട്ടുണ്ട്, ആറളം ഫാമിലെ സംഭവമുണ്ട്, നമ്മുടെ ആദിവാസികൾക്ക് ഭൂമി കൊടുത്ത സംഭവമുണ്ട്, ചങ്ങര സമരമുണ്ട്. എല്ലാ സമരങ്ങളും നമ്മൾ ഇന്ന് വരെ ആദിവാസികൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നീതിക്കുള്ളൊരു പോരാട്ടം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് നീതി ലഭിച്ചില്ല. പല ഭാഷകൾ മാറുമ്പോഴും നീതി ലഭിക്കുന്നില്ല. നമ്മളൊരു മാധ്യമമാണ്, സിനിമ എന്നൊരു നിങ്ങളുടെ മാധ്യമമാണ്. ആ മാധ്യമത്തിലൂടെ ആ പ്രശ്നങ്ങൾ പറയാമെന്ന് ധൈര്യം കാണിക്കാൻ എങ്ങനെയാണ്? ഇതിപ്പോൾ അഭിം പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യം ഒരു കഥാരൂപം ഉണ്ടാവുന്നത്. വർഗീസ് പീറ്റർ എന്നുള്ള കുട്ടനാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ യാത്രയിലാണ് ഈ കഥ തുടങ്ങുന്നത്. അയാൾക്ക് അധികാരം വരുന്നു, പോലീസ് ആവുന്നു, അയാൾ ആ അധികാരത്തിൻ്റെ പരിപാടികൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ഇവൻറ്റിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ബോധപൂർവമായി പ്ലേസ് ചെയ്തതല്ല. ഇതിൻ്റെ യാത്രാ വഴികളിൽ അയാളുടെ കോൺഫ്ലിക്റ്റിന് എത്രമാത്രം ഇൻഡെപ്തിലേക്ക് പൊളിറ്റിക്കലി പറയാൻ പറ്റും എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവന്റ് സെറ്റ് ചെയ്യുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.